നമസ്കാരം. ഹരിപ്പാട് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ടൊരു 10 കിലോമീറ്റർ അകലെയാണ്. അതിനടുത്താണ് കരുവാറ്റ എന്ന സ്ഥലം. ഈ കരുവാറ്റയിലാണ് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഏതാണ്ട് 17-18 വീതം പ്രായമുള്ള 2-3 ആൺകുട്ടികളും കൂടെ ചേർന്ന് ഒരു പ്രായമുള്ള മനുഷ്യനെ കൊലപ്പെടുത്തിയത്. അതായത് ഈ പെൺകുട്ടിയുടെ മുത്തച്ഛനെ കൊലപ്പെടുത്തിയത്. ഈ കൊലപാതക വാർത്ത പത്രങ്ങളിൽ വന്നപ്പോൾ പതിവുപോലെ നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ ആ കുട്ടികളെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഇവർക്ക് കുട്ടികളാണ് എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും പരിഗണന നൽകരുത് എന്നും അതിക്രൂരമായ കൊലപാതകം നടത്തിയ ഇവർക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ നൽകണമെന്നും ഒക്കെ നിരവധി പേര് അഭിപ്രായപ്പെടുന്നത് ഞാൻ കണ്ടു. അക്കൂട്ടത്തിൽ റിട്ടയറായിട്ടുള്ള ജഡ്ജിമാർ വരെയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഒരു വ്യക്തിയെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി. അവർ യാതൊരു ദയം അർഹിക്കുന്നില്ല, പ്രത്യേകിച്ച് 13 വയസ്സുള്ള ആ പെൺകുട്ടി. തീർച്ചയായിട്ടും ആ കുട്ടികൾ ചെയ്തത് വളരെ വലിയ ഒരു ക്രൈമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു വിഷയം എന്തുകൊണ്ട് ആ കുട്ടികളത് ചെയ്തു എന്നതാണ്. ഇവിടെ ഈ പെൺകുട്ടിയുടെ സാഹചര്യം, 2 നമ്മുടെ നിയമത്തിൻ്റെ ചില പോരായ്മകൾ, 3 നമ്മുടെയൊക്കെ പല വീടുകളിലും നിലനിൽക്കുന്ന അന്തരീക്ഷം. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പെൺകുട്ടിയുടെ സംഭവത്തിലൂടെ ഒന്ന് വിശകലനം ചെയ്യാൻ സാധിച്ചാൽ ഒരുപക്ഷെ നാളെ ഇത്തരത്തിൽ സംഭവിക്കാൻ ഇടയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഈ പെൺകുട്ടിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവൾക്ക് 13 വയസ്സാണ് പ്രായം. പത്രങ്ങളിൽ വന്ന വാർത്തകളനുസരിച്ച് ഈ കുട്ടി ജനിച്ച് ഏതാണ്ട് 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ ഈ കുട്ടിയെയും അച്ഛനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ കുട്ടി അനാഥയായിട്ടാണ് വളർന്നത്. ഈ കുട്ടിയുടെ അച്ഛൻ എവിടെ, അയാൾ എന്തുകൊണ്ട് ഈ കുട്ടിയെ നോക്കിയില്ല എന്നതിനൊന്നും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്തായാലും ശരി, അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടായിട്ടും ചെറിയ പ്രായം മുതൽ ഉപേക്ഷിക്കപ്പെട്ട് ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും വളരേണ്ട ഒരു സാഹചര്യം ഈ കുട്ടിക്കുണ്ടായി. നമുക്കെല്ലാം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ രീതികൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടേതല്ലാത്ത ഒരു കുട്ടിയെ നമുക്ക് വളർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ പ്രശ്നമാണ്, ഈർഷ്യയാണ്. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഏതെങ്കിലും കുട്ടികൾ നമ്മുടെ വീട്ടിൽ വരുന്നതും സമയം ചെലവഴിക്കുന്നതും ഒക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ആ കുട്ടിയെ നമ്മൾ ഏറ്റെടുത്ത് വളർത്തുക എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ വലിയ വിശാലമായ മനസ്സുള്ളവർക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് വിശാലമായ മനസ്സൊന്നും ആർക്കുമില്ല. സ്വന്തം അച്ഛനമ്മമാരെ പോലും നോക്കാൻ മനസ്സില്ലാത്ത മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവരാണ് മറ്റാരുടെയെങ്കിലും കുട്ടികളെ നോക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ചെറിയ പ്രായം മുതൽ തന്നെ പല ബന്ധുവീടുകളിൽ നിന്ന് ജീവിക്കേണ്ട സാഹചര്യമുണ്ടായി. പല സ്കൂളുകളിൽ പഠിക്കേണ്ട സാഹചര്യമുണ്ടായി. 13 വയസ്സെന്ന് പറയുമ്പോൾ ആ കുട്ടി ഒരു പക്ഷേ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയിൽ ആ കുട്ടിക്ക് പല സ്കൂളുകളിൽ മാറി മാറി പഠിക്കേണ്ടി വന്നത് അവളെ ഏതെങ്കിലും ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് നിർത്താൻ ആരും തയ്യാറല്ലായിരുന്നു എന്നതുകൊണ്ടാണ്. അച്ഛനും അമ്മയും അവൾക്ക് താങ്ങായിട്ട് ഉണ്ടായിരുന്നുമില്ല. അങ്ങനെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാണ് ഈ കുട്ടി അതിൻ്റെ ചെറിയ പ്രായം ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടിക്ക് പലപ്പോഴും വീട്ടിൽ നിന്നും ആഹാരം കിട്ടില്ലായിരുന്നു എന്നും ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വീടുകളിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നും ഒക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ക്രൈം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിത്രം നമ്മുടെ കൂടെ ഉള്ള അല്ലെങ്കിൽ നമ്മൾ വളർത്തിയിട്ടുള്ള നമ്മുടെ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള മറ്റ് സമപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളെക്കുറിച്ചോ ഒക്കെ ഉള്ളതുപോലെ ആയിരിക്കും. അതായത് അവരൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിച്ച് വന്നിട്ട് ഇവളിങ്ങനെ ഒരു ക്രൈം ചെയ്തതെന്നാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ സാഹചര്യം അതുപോലൊന്നും ആയിരുന്നില്ല. ഒരു കുട്ടിയും അനുഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ദുരിതങ്ങൾ ചെറിയ പ്രായം മുതൽ തന്നെ അനുഭവിച്ച് ആ കുട്ടി എന്തുമാത്രം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെയൊക്കെ വളർന്നു വരുമ്പോഴാണ് പലപ്പോഴും വീട്ടിൽ നിന്നും കിട്ടാത്ത സ്നേഹവും സംരക്ഷണവും പരിഗണനയും ഒക്കെ മറ്റെവിടെ നിന്നെങ്കിലും കിട്ടുമ്പോൾ അവരുടെ പിന്നാലെ കുട്ടികൾ പോകുന്നത്. അവർക്ക് വേണ്ടത് സ്നേഹമാണ്, സംരക്ഷണമാണ്, അവരെ കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്നാൽ വീടുകളിൽ നിന്നും ശരിയായ രീതിയിൽ ആ കുട്ടിക്ക് സ്നേഹവും സംരക്ഷണവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റെങ്ങും അത് തേടി അതിന് പോകേണ്ടി വരില്ല. എന്നാൽ ഈ പെൺകുട്ടിക്ക് അത് കിട്ടിയിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാരാണ്, ഈ കുട്ടിയുടെ ബന്ധുക്കളാണ്, കൊല്ലപ്പെട്ട കുട്ടിയുടെ മുത്തച്ഛനും കൂടിയാണ്. ഈ മുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പക്കൽ നിന്നും
മോശമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നും ചില വാർത്തകളുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു കുട്ടി ഒപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ബന്ധങ്ങൾക്കൊക്കെ ആൾക്കാർ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തു തന്നെയായാലും ശരി, ഈ കുട്ടി ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയത് അത് ചെറിയ പ്രായം മുതൽ നേരിട്ടുകൊണ്ടിരുന്ന ദുഷിച്ച സാഹചര്യങ്ങൾ മൂലമാണ്. ക്രിമിനലുകൾ ആരും ക്രിമിനലുകളായിട്ട് ജനിച്ചു വീഴുന്നവരല്ല. അവരുടെ സാഹചര്യമാണ് അവരെ ക്രിമിനലുകളാക്കുന്നത്. രണ്ടാമത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ കുട്ടിയെയും ഒപ്പം ഇവളെ സഹായിച്ചു എന്ന് പറയുന്ന കുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോലീസിൻ്റെ നടപടിയെ വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാം സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ പോലീസാണ്, നമ്മുടെ നിയമമാണ്. ഈ കുട്ടികൾ തന്നെയാണോ അത് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടിൽ നടന്ന ഒരു കൊലപാതകമായതുകൊണ്ട് എത്രയും വേഗം പ്രതികളെ പിടികൂടണം എന്ന് നിർബന്ധമുണ്ട് പോലീസിന്. അത്രമേൽ സമ്മർദ്ദം അവരുടെ മേൽ കാണും. അപ്പോൾ അവർ ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ കുട്ടികളാണോ കുറ്റം ചെയ്തതെന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. കുട്ടികൾ തെറ്റ് ചെയ്തു എന്ന് നമ്മളിപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ കേട്ടെന്നിരിക്കും ആ കുട്ടികളായിരുന്നില്ല കൊലപാതകം ചെയ്തത്. ഞാനിതെൻ്റെ ഒരു അഭ്യൂഹം പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിരവധി നിരപരാധികളെ നമ്മുടെ നിയമം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി അവരെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഈവൻ കോടതി ശിക്ഷിച്ച ആൾക്കാരെ പോലും പിന്നീട് അതിൻ്റെ മുകളിലുള്ള കോടതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ട ചരിത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയമത്തെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ നിയമം നീതി നടപ്പിലാക്കി കൊടുക്കാനാണെന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് തെറ്റാണ്. നമ്മുടെ നിയമം ഒരിക്കലും നീതി നടപ്പിലാക്കാൻ വേണ്ടിയല്ല, കുറ്റവാളികളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിയമമാണ്. അതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും പ്രതിയാക്കാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ കേസിൽ കൊടുക്കാൻ പറ്റും. അത്രയേറെ നിയമങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു നിയമലംഘനം കാണാതിരിക്കില്ല. അതിൻ്റെ പേരിൽ അയാൾക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാൻ പറ്റും. കേസ് ചാർജ് ചെയ്ത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അയാളൊരു അക്യൂസ്ഡാണ്, കുറ്റാരോപിതനാണ്. അപ്പോൾ അയാൾ അന്ന് മുതൽ പ്രതി എന്നാണ് വിളിക്കപ്പെടുന്നത്. അയാൾ കോടതി ചെല്ലുമ്പോൾ കോടതി വിളിക്കുന്നത് അയാളെ പ്രതി എന്നാണ്. പ്രതി ഹാജരാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റകൃത്യം ചെയ്ത ആളാണ് എന്ന തരത്തിലാണ് അവിടെ ഇയാളെ കാണുന്നത്. ആക്ച്വലി ഇയാൾ കുറ്റാരോപിതനാണ്, ഇംഗ്ലീഷിൽ അക്യൂസ്ഡ് എന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക്, അതായത് ഈ കുറ്റാരോപിതനായ വ്യക്തി നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എത്ര കാലം വേണ്ടി വരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിരപരാധി ഒരാളെ പോലീസ് ഫ്രെയിം ചെയ്ത് കോടതി അയാളെ റിമാൻഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ജാമ്യം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ തന്നെയും അയാൾ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ ഈ വ്യക്തി എത്രമാത്രം കഷ്ടപ്പെട്ടാൽ പറ്റും. ഒരു ഭാഗത്ത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുകയും അതിന് ഘടകവിരുദ്ധമായിട്ട് നിയമം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും, ഒരു പക്ഷേ 1 കൊല്ലം മുമ്പോ 1.5 കൊല്ലം മുമ്പോ വന്ന ഒരു വാർത്തയാണ്. കട്ടപ്പനയിലോ ഇടുക്കിയിലോ മറ്റോ ഉള്ള ഒരു ആദിവാസി യുവാവ്, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ അന്നൊരു വീഡിയോ ചെയ്തതാണ്. 21 22 വയസ്സുള്ള ഒരു പയ്യൻ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നതിൻ്റെ പേരിൽ പോക്സോ കേസിൽ അകത്തായി. ആ ചെറുപ്പക്കാരൻ ഏതാണ്ട് ഒരു 98 ദിവസത്തോളം ജയിലിൽ കിടന്നതിന് ശേഷമാണ് അവന് ജാമ്യം കിട്ടിയത്. നാട്ടുകാരുടെ മുമ്പിൽ മൊത്തം അവൻ വളരെ വലിയ നീചനായ ഒരു കുറ്റവാളിയായിട്ട് മാറി. എന്നാൽ അവൻ കുറ്റം ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് തുടക്കം മുതൽ തന്നെ പോലീസിനോട് പറഞ്ഞതാണ്. ആ പെൺകുട്ടിയും തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാനൊരു വാർത്തയിൽ വായിച്ചത്. പക്ഷേ പിന്നീട് ആ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞെന്നോ മൊഴി മാറ്റി പറയിപ്പിച്ചെന്നോ ഒക്കെയും വായിക്കാനിടയായി. എന്തായാലും ശരി, ഈ ചെറുപ്പക്കാരൻ നിരപരാധിയായിരുന്നു. അവൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഏതാണ്ട് 4 കൊല്ലത്തോളം പ്രയത്നിച്ചു. 4 കൊല്ലത്തോളം പ്രയത്നിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏതോ ഒരു അഡ്വക്കേറ്റ് അവന് ഒരു ഉപദേശം കൊടുത്തത്. നീ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി പ്രസവിച്ചു, അവൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടി നിൻ്റേതാണെങ്കിൽ നീ ആണ് ആ കുറ്റം ചെയ്തതെന്ന് കോടതിക്ക് അസന്ദിഗ്ധമായിട്ട് കണ്ടെത്താൻ പറ്റും. പക്ഷേ ആ കുട്ടി നിൻ്റേതല്ല എന്നുണ്ടെങ്കിൽ ഈ കേസിൽ നീ നിരപരാധിയായിട്ട് മാറും. അതുകൊണ്ട് നീ കോടതിയോട് ഒരു DNA ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെടണം എന്ന് പറയുകയും, ഈ പയ്യനെ നിയമവശമൊന്നും അറിയില്ല, അവന് ഏതോ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തതാണ്. എന്തായാലും ശരി, അതനുസരിച്ച് അവൻ അത് കോടതിയിൽ പറയുകയും കോടതി കുഞ്ഞിൻ്റെ DNA പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും പരിശോധനാഫലം വന്നപ്പോൾ അത് ഇവൻ്റെ കുട്ടിയല്ല എന്ന് തെളിയുകയും ചെയ്തു.
അപ്പോൾ കോടതി ഇത് ആരുടെ കുട്ടിയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇവന് സംശയമുണ്ടായിരുന്ന ഈ പെൺകുട്ടിയുടെ തന്നെ അയൽക്കാരനായിട്ടുള്ള ഒരു മധ്യവയസ്കൻ്റെ പേര് പറയുകയും കോടതി അയാളുടെ DNA ഈ കുഞ്ഞിൻ്റെ DNAയുമായിട്ട് കമ്പയർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്തപ്പോൾ അയാൾ തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കുറ്റവും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ സ്ത്രീ പീഡന കേസിൽ, പോക്സോ കേസിൽ പ്രതിയായിട്ട് മാറി 4 കൊല്ലത്തോളവും 4-ലേറെ കൊല്ലത്തോളം നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനായിട്ട് ജീവിച്ച് കഠിനമായ നിയമ പോരാട്ടം നടത്തിയാണ് ഒടുവിൽ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചത്. ഈ നിയമത്തെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഈ നിയമത്തെയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരെ, ഞാനിത് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ പോലീസുകാരും ഇങ്ങനെ ചെയ്യുന്നവരാണെന്നല്ല, പക്ഷേ ഒരുപാട് പോലീസുകാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പലരെയും വ്യാജമായിട്ട് പ്രതികളാക്കി മാറ്റി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നവരുണ്ട്. ഏതെങ്കിലും കേസ് തെളിയാതെ കിടക്കുമ്പോൾ ഇവരുടെ മേൽ സമ്മർദ്ദമുണ്ടെങ്കിൽ ആരെയെങ്കിലും പിടിച്ച് പ്രതിയാക്കി തൽക്കാലം രക്ഷപ്പെടാൻ നോക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ നിയമം പലപ്പോഴും പ്രവർത്തിക്കുന്നത്. നീതി നടപ്പിലാക്കി കൊടുക്കുന്നതിന് പകരം അനീതിയാണ് പലപ്പോഴും നിയമം ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഈ കുട്ടികളെ പോലീസ് പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് ഉടനെ അങ്ങും അറിയാൻ പറ്റില്ല. ഇനി ആ കുട്ടികൾ നിരപരാധികളാണെങ്കിൽ പോലും അവർക്ക് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ വലിയ നീണ്ട നിയമയുദ്ധം നടത്തേണ്ടി വരും. നമ്മുടെയൊക്കെ നിയമനിർമ്മാതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നിയമമുണ്ടാക്കുന്നത് കൂടുതൽ ജുഡീഷ്യറി ബിസിനസ് നടത്താൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ കുറ്റവാളികളാക്കാൻ വേണ്ടിയാണോ, അതോ സമൂഹത്തിൽ കുറ്റം ചെയ്യുന്ന ആൾക്കാരെ നേർവഴിക്ക് നയിക്കാനും അവർക്ക് മാത്രം ശിക്ഷ കൊടുക്കാനും വേണ്ടിയാണോ എന്നുള്ളത്. ഒരു നിരപരാധിക്കെതിരെ പോലും ഒരു കുറ്റപത്രം ചാർത്തപ്പെടാൻ പാടില്ല. അങ്ങനെ ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ പിന്നീട് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ എടുക്കുന്ന ആ കാലഘട്ടം മുഴുവൻ അയാളൊരു കുറ്റവാളിയായിട്ടാണ് ജീവിക്കുന്നത്. ജസ്റ്റിസ് ഡിലേയ്ഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പെൺകുട്ടി ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നു വന്നതുകൊണ്ടാണ് ഒരു കുറ്റവാളിയായിട്ട് മാറിയതെന്നുള്ളത് നമുക്ക് അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയി മാറിയെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. എന്നാൽ സ്വന്തം അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്ന കുട്ടികൾ പോലും പലപ്പോഴും കുറ്റവാളികളായിട്ട് മാറാറുണ്ട്. എല്ലാ കുട്ടികളും മാറണമെന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ മാറുന്നുവെന്ന് ചോദിച്ചാൽ സ്വന്തം വീട്ടിൽ ആ കുട്ടികൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പല അച്ഛനമ്മമാർക്കും പേരൻറ്റിങ് അറിഞ്ഞുകൂടാ. കുട്ടികളുടെ മേൽ അവർ വലിയ ഭാരങ്ങളും ലക്ഷ്യങ്ങളും അടിച്ചേൽപ്പിച്ച് അവർക്കിഷ്ടമില്ലാത്ത പലതും അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇവരുടെയൊക്കെ ചില മോഹങ്ങളും അത്യാഗ്രഹങ്ങളും കുട്ടികളിലൂടെ സാധിച്ചെടുക്കാൻ വേണ്ടി ആ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ അവർ ദുർവിനിയോഗം ചെയ്യുകയാണ്. ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ച് ജീവിക്കുന്ന കുട്ടികൾ കുറേ കാലം കഴിയുമ്പോൾ സ്വന്തം പേരൻസിനെ വെറുക്കും. ഒരു തക്കം കിട്ടുമ്പോൾ അവർ പ്രതികാരം ചെയ്യും. നമ്മൾ ഈ സമയത്തായിട്ട് ഒരുപാട് കൊലപാതക വാർത്തകൾ കേൾക്കുന്നുണ്ട്. മക്കൾ അച്ഛനമ്മമാരെ കൊല്ലുന്നതായിട്ടുള്ള വാർത്തകൾ. ഒരു ഭാഗത്ത് ഒരു പയ്യനും പെൺകുട്ടിയും കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായില്ലെങ്കിൽ തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കാൻ തുടങ്ങും. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു നിശ്ചയമില്ല. പല പേരൻസും കുട്ടികൾക്ക് അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക, അതിനുശേഷം അവരെ കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പലതും ചെയ്യിപ്പിക്കുക. ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കണം, ഡാൻസിന് ഫസ്റ്റ് മേടിക്കണം, ഓട്ടത്തിന് ഫസ്റ്റ് മേടിക്കണം, ജില്ലാതലത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഫസ്റ്റ് മേടിക്കണം. ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള പലതും അവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ സമ്മർദ്ദത്തിലായി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്നാൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരെ ശരിയായ രീതിയിൽ മാർഗനിർദ്ദേശം നൽകി അവർക്ക് സ്നേഹം കൊടുത്തും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളുമൊക്കെ നൽകി വളർത്തുന്ന അച്ഛനമ്മമാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. അത്തരത്തിലുള്ള അച്ഛനമ്മമാരുടെ മക്കൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. അവരൊരിക്കലും ഒരു കാലത്തും വഴിവഴിച്ചു പോവില്ല. എത്ര ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാലും ശരി, അവരവരുടെ അച്ഛനമ്മമാരെ ഓർത്തുകൊണ്ട് അതുമൂലമുണ്ടാകുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും തങ്ങളെ തന്നെ മാറ്റി നിർത്താൻ കഴിവുള്ളവരായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. എന്നാൽ വീടുകളിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ച് വളരുന്ന കുട്ടികൾ ഏതാണ്ട് ജയിലിൽ കഴിയുന്നത് പോലെയാണ് സ്വന്തം വീടുകളിൽ കഴിയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ അവർ എന്തൊക്കെയാണ് പിന്നീട് ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് വീട്ടിൽ തന്നെ സ്വാതന്ത്ര്യത്തോടെ വളരുന്നൊരു കുട്ടിക്ക് അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമമാണ് തോന്നുന്നത്. നേരെ മറിച്ച്
ഇത്തരത്തിലുള്ള, അതായത് കുട്ടികളെ പീഡിപ്പിക്കുന്ന, മാനസികമായിട്ട് ഈ അച്ഛനമ്മമാരെ പീഡിപ്പിക്കുന്നത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ അച്ഛനമ്മമാരുടെ ധാരണ അവർ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നതെന്നാണ്. ഇത് അച്ഛനമ്മമാരുടെ മാത്രം ഒരു മാനസികാവസ്ഥയല്ല. പല വീടുകളിലും ഒപ്പം താമസിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ അവരുടെ നന്മയെ കരുതി എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുന്നവരുണ്ട്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ സമ്മതിക്കാതിരിക്കുക, മറ്റ് പല കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഭാര്യമാരെ അടക്കി ഭരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരെ അടക്കി ഭരിക്കുന്ന ഭാര്യമാരുണ്ട്, അച്ഛനമ്മമാരെ ഭരിക്കുന്ന മക്കളുണ്ട്, മക്കളെ ഭരിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഒരിക്കലും ഒരു വീട്ടിൽ ഭരണം പാടില്ല. എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചങ്ങലയില്ലാതെ ജീവിക്കുന്ന അന്തരീക്ഷമായിരിക്കണം ഒരു വീട്ടിലുണ്ടായിരിക്കേണ്ടത്. എന്നാൽ പല വീടുകളിലും ചങ്ങലകളുണ്ട്. ഭർത്താവിനെ ഭാര്യ കെട്ടിയിടുന്നു, ഭാര്യയെ ഭർത്താവ് കെട്ടിയിടുന്നു, അവൾ എന്തൊക്കെ ചെയ്യരുത്, ആരോടൊക്കെ സംസാരിക്കണം, ആരോടൊക്കെ സംസാരിക്കരുത് മുതലായ കാര്യങ്ങളൊക്കെ അയാളാണ് തീരുമാനിക്കുന്നത്. ഇയാളുടെ കാര്യത്തിൽ അവൾ തീരുമാനിക്കുന്നു, കുട്ടികളുടെ കാര്യത്തിൽ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്ന ആൾക്കാർക്കുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം എത്ര വലുതാണെന്നുള്ളത് പലരും അറിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ പ്രവർത്തിക്കുന്നതും പലപ്പോഴും അത് ഒരുപക്ഷെ വലിയ ദുരന്തമായിട്ടോ കുറ്റകൃത്യമായിട്ടോ ഒക്കെ മാറുന്നത്. അതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം എല്ലായിടത്തും നമ്മൾ ഉണ്ടാക്കണം. വീടുകളിലും ജോലിസ്ഥലത്തും എവിടെ ആയിരുന്നാലും ശരി, മറ്റ് വ്യക്തികൾക്ക് നമ്മൾ മാനസിക സമ്മർദ്ദം കൊടുക്കാതിരിക്കുക, അവർക്ക് സ്നേഹം നൽകുക, അവർക്ക് സഹായമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശരി അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില മിനിമം കാര്യങ്ങൾ നമ്മളെല്ലാവരും പാലിക്കേണ്ടത് അനിവാര്യമാണെന്ന് കൂടി ഈ കുട്ടിയുടെ സംഭവം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവം കാണുമ്പോൾ ആ കുട്ടിയെയും മറ്റേ കുട്ടികളെയും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞാൻ മൂലം അവർ സന്തോഷിക്കുന്നുണ്ടോ അതോ ഞാൻ അവരുടെ സന്തോഷം കെടുത്തുന്ന വ്യക്തിയാണോ എന്നുള്ളത് നമ്മളൊന്ന് സ്വയം പരിശോധിക്കണം. ഇങ്ങനെ എല്ലാ വ്യക്തികളും ഒന്ന് പരിശോധിച്ചാൽ ഒരൊറ്റ വീട്ടിൽ പോലും യാതൊരു അസമാധാനവും ഉണ്ടാവുകയില്ല. അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഉത്തരങ്ങൾ കിട്ടും. പല പുരുഷന്മാർക്കും പല സ്ത്രീകൾക്കും, അതായത് വിവാഹം കഴിക്കുന്ന ഭൂരിപക്ഷം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിവാഹത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ചില ധാരണകളുണ്ട്. ചില ആൾക്കാർ പണത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്, മറ്റു ചിലർ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരുണ്ട്, മറ്റു ചിലർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ട് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ പല പല ലക്ഷ്യങ്ങൾ പലർക്കുമുണ്ട്. പക്ഷേ വിവാഹം കഴിക്കാൻ പോകുന്ന ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയും ഏതൊരു പെൺകുട്ടിയും ഏതൊരു ആൺകുട്ടിയും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ കല്യാണം കഴിക്കുന്നത് പരമപ്രധാനമായിട്ട് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി സമൂഹത്തിന് സംഭാവന ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം, പ്രൊക്രിയേഷൻ. നമുക്കറിയാം, മറ്റേതൊരു ജീവിക്കും മറ്റേതൊരു ജീവിയുടെ കുട്ടിക്കും ശിക്ഷണം ആവശ്യമില്ല. ഒരു ഹ്രസ്വകാല സംരക്ഷണം മാത്രമേ ആവശ്യമുള്ളൂ. അത് അതിൻ്റെ അമ്മ കൊടുക്കും. എന്നാൽ മനുഷ്യന്മാരുടെ കുട്ടികൾക്ക് ഹ്രസ്വകാല സംരക്ഷണമല്ല. അവർ യൗവനത്തിൽ എത്തുന്ന സമയം വരെ അച്ഛനമ്മമാരുടെ തണലും കരുതലും അവർക്ക് ആവശ്യമാണ്. അത്രയും കാലം ആ കുട്ടികളെ ശരിയായ രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് അവർക്ക് മറ്റ് അറിവുകൾ പകർന്നു കൊടുത്ത് മുമ്പോട്ട് നയിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. ഈ അച്ഛനമ്മമാർ അങ്ങനെ നയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് അറിവുണ്ടായിരിക്കും. എന്നാൽ ആധുനിക കാലത്ത് പണം ഉണ്ടാക്കുക, പത്രാസ് കാണിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കുക എന്നതിനപ്പുറം യാതൊരു വിധമായിട്ടുള്ള മൂല്യങ്ങളും ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. എല്ലാ ഇടങ്ങളും കച്ചവട സ്ഥാപനങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. മതങ്ങൾ പോലും അവരുടെ കടമ മറന്നാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് നീട്ടിപ്പോകുന്നില്ല. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓരോ വീടുകളിലും മിനിമം ആ വീടുകളിൽ താമസിക്കുന്ന മറ്റുള്ള ആൾക്കാർ സന്തോഷത്തോടെ താമസിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. അത് ആരാണ് ഉറപ്പാക്കേണ്ടത്? ഒരു വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ ആ 4 അംഗങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി അത്തരത്തിൽ കരുതുന്നവരായിരിക്കണം. കുട്ടികൾ അച്ഛനമ്മമാർക്ക് വേണ്ടിയും അച്ഛനമ്മമാർ കുട്ടികൾക്ക് വേണ്ടിയും. അതുകൊണ്ട് വീടുകളിലെങ്കിലും അത്തരം സാഹചര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ അഹന്തയും പങ്കാളിയുടെ മേലെടുക്കാൻ പാടില്ല. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്നവന് ഒരിക്കലും അഹങ്കരിക്കാൻ തോന്നില്ല. ഇതെനിക്കെല്ലാം അറിയാം, എനിക്ക് മുകളിൽ ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നവർ മനസ്സിലാക്കണം, നിങ്ങളൊരു വിഡ്ഢിയാണ്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കുകയാണ്, ഒപ്പമുള്ളവരുടെ സന്തോഷം നശിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്ന കുട്ടികളാണ് ചിലപ്പോൾ പിന്നീട് സമൂഹത്തിന് കൊള്ളരുതാത്തവരായിട്ട് മാറുന്നതും ക്രിമിനലുകളായിട്ട് മാറുന്നതും. താങ്ക് യു.